അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്ലാസ് വിശുദ്ധ ഖുർആന്റെ പാരായണം പഠിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. സാധാരണക്കാരായ പ്രായവ്യത്യാസമില്ലാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കൊക്കെ ഒരുപോലെ സഹായകരമാകുന്ന ചെറിയ ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കും. കൂട്ടിവായന, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നൂനിൻ്റെ മീമിൻ്റെ നിയമങ്ങൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ചെറിയ രൂപത്തിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمطلقات يتربصن بأنفسهن ثلاثة قروء. കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബഖറയുടെ 227 ആയത്ത് വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. നമ്മുടെ ക്ലാസ് 18ാമത്തെ ക്ലാസ്സാണ്. 17 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളൊക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ഈ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടാവും, മദ്രസ ഖുർആൻ പഠന സഹായി എന്ന്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോ എന്ന് കാണാം. വീഡിയോ എന്ന് കാണുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഏതെല്ലാം വീഡിയോകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രായം ഒരു തടസ്സമല്ല. ഖുർആൻ പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمطلقات يتربصن بأنفسهن ثلاثة قروء. വൽ കൂട്ടി വായിക്കേണ്ടത് വൽ വസ്ലിന്റെ ഹംസ ശേഷമുള്ള ഒരു അലിഫ് ഉണ്ട് അല്ലേ? ആ അലിഫ് വസ്ലിന്റെ ഹംസയാണ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. അപ്പോൾ വൽ, പിന്നെ ലാമിന് സുക്കൂനാണ്. വൽ മുത്തന്നല്ല, മുത്തല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന ثلاثة قروء. യതറബ്ബസ്ന സുക്കൂനുള്ള നൂന് വന്നു. ബിഅൻഫുസിഹിന്ന എന്ന് പറയില്ല. കാരണം നൂനിന്റെ ശേഷം ഫ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത് അല്ലേ? ഫ ആണ് അല്ലേ? ഫ ആണെങ്കിൽ ഇഖ്ഫ ആണ് ചെയ്യുക. സുക്കൂനുള്ള നൂനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കണം. നമ്മുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ചാർട്ടുകളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ വരണം. بأنفسهن ثلاثة قروء. മദ് മുത്തസിലാണ്, ചേർന്ന് വന്ന മദ്ദക്ഷരത്തിന് ശേഷം മദ്ദക്ഷരം നീട്ടാനുള്ള അക്ഷരം, ആ അക്ഷരമാണ് വാവ്. ഖുറൂ അല്ലേ? ആ വാവിന്റെ ശേഷം ഹംസ വന്നത് അതേ വാക്കിലായത് കൊണ്ടാണ് മദ് മുത്തസിൽ ആയത്. ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തൊക്കെ പ്രത്യേകം പറഞ്ഞത്, വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് വഖഫ് ചെയ്യുന്ന സമയത്ത് അല്ലേ? ഇവിടെ ആഖിരി എന്നുള്ളത് റാഇനെ നമ്മൾ വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും
റാഇന് കസറാണ് വന്നതെങ്കിൽ തർഖീഖ് ആയിട്ടാണ് ഓതേണ്ടത്. വൽയൗമിൽ ആഖിരി വബുഉലതുഹുന്ന അഹഖ്. വൽയൗമിൽ ആഖിരി എന്നാണ് അല്ലേ. റാഇന് കസർ എപ്പോൾ വന്നാലും തർഖീഖ് ചെയ്യണം, തർഖീഖ് ചെയ്യണം. വൽയൗമിൽ ആഖിരി, ആഖിറി എന്ന് പറയുന്നത്. റാഇന് കസർ വന്നാൽ വൽയൗമിൽ ആഖിരി വബുഉലതുഹുന്ന അഹഖ്. ഇനി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വൽയൗമിൽ ആഖിർ, റാഇന് സുക്കൂന് അല്ലേ. ആഖിരി എന്നുള്ളത് വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂൻ കൊടുക്കണം. റാഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് കസർ ആയതുകൊണ്ട് ഒരു നിയമമുണ്ട്. റാഇന് സുക്കൂന് മുമ്പ് കസറാണ് വന്നതെങ്കിൽ റാഇനെ തർഖീഖ് ചെയ്യണം. എങ്ങനെ? വൽയൗമിൽ ആഖിർ, ആഖിർ എന്ന് പറയാതെ ആഖിർ എന്ന് പറയാതെ ആഖിർ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. വഖഫ് ചെയ്താൽ അങ്ങനെ വരും, വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ റാഇന് കസറാണ്, അപ്പോഴും തർഖീഖ് ചെയ്യണം. وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. والله عزيز حكيم. والله عزيز എന്ന് തൻവീനിന് വെളിവാക്കാനുള്ള കാരണം ഹ ശേഷമുള്ള ഹ ആണ് വന്നത്. ഹ എന്ന് പറഞ്ഞാൽ ഹൽഖിന്റെ അക്ഷരമാണ്. ഹൽഖിന്റെ അക്ഷരം വന്നാൽ തൻവീൻ ആയിക്കോട്ടെ നൂനായിക്കോട്ടെ ശേഷമുള്ളത് ഹൽഖിന്റെ അക്ഷരമാണെങ്കിൽ നൂനിനെ അല്ലെങ്കിൽ തൻവീനെ വെളിവാക്കേണ്ട സ്ഥലമാണ്. ഹൽഖിന്റെ അക്ഷരം 6 എണ്ണമാണ്. ഹ, ഖ, ഐന്, ഗൈന്, ഹംസ, ഹ ല്ലേ. ഹംസ ആ ഇ ഉ ശേഷമുള്ള സുക്കൂനുള്ള നൂനിന്റെ ശേഷം ആ ഇ ഉ എന്നാണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹ ഹി ഹു ല്ലേ. ഹ ഹി ഹു, ഹ കെട്ടുള്ള ഹ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹ അല്ലെങ്കിൽ ഖ ഐന് ഗൈന്, ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് വന്നതെങ്കിൽ അസീസുൻ ഹകീം, അവിടെ എന്ത് ചെയ്യും? വെളിവാക്കും. അസീസുൻ അസീസുൻ സുന് സുൻ എന്ന് വ്യക്തമാക്കി പറയും. അസീസുൻ സുന് എന്ന് പറയുന്നത് സുന് അങ്ങനെയല്ല, സുൻ പറയേണ്ട രൂപം എങ്ങനെ? അസീസുൻ, വെളിവാക്കേണ്ടത് അസീസുൻ ഹകീം. ഹകീം മദ്ദ ആരിദ് വന്നു. മദ്ദ ആരിദ് വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ഹകീമുൻ എന്നാണുള്ളത്. എപ്പോഴാണ് സുക്കൂൻ കൊടുക്കുക? തൻവീൻ ഫത്ഹും നീട്ടാനുള്ള അവസാനത്തെ അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ തൻവീൻ ഫത്ഹ് ആണെങ്കിൽ, ഇതല്ലാത്ത ബാക്കി ഏത് സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അവസാനത്തെ അക്ഷരത്തിന് കസറാണ്, ഫത്ഹാണ്, ലൊമ്മാണ്, തൻവീൻ കസറാണ്, തൻവീൻ കസർ എന്ന് പറഞ്ഞാൽ ഡബിൾ കസറാണ്, ഡബിൾ ലൊമ്മാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്താൻ വേണ്ടി, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അതിനാണ് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. ആ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോ തൻവീൻ ഫത്ഹും 2 ഫത്ഹ് നടത്തും. 2 ഫത്ഹും അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലം, അവസാനത്തെ അക്ഷരം നീട്ടാന്. ഇവിടെ അവസാനത്തെ ഹകീം, ഇവിടെ അവസാനത്തെ അക്ഷരം ഏതാണ്? മീമാണ്. മീമിന് തൻവീൻ ലൊമ്മാണ് അല്ലേ, നീട്ടാനുള്ള അല്ല. തൻവീൻ ഫത്ഹുമല്ല, നീട്ടാനുള്ളതുമല്ല. അപ്പൊ പിന്നെ മീമിന് സുക്കൂൻ കൊടുക്കണം. മീമിന് സുക്കൂൻ കൊടുക്കുക, അതാണ് നിയമം.
ഇനി തൊട്ട് മുമ്പുള്ളത് ഇവിടെ മീമിന് സുക്കൂൻ കൊടുത്ത് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിദ് വരുന്നതാണ്. ഹകീം, വല്ലാഹു അസീസ്. ഞാൻ അവിടെയാണ് വഖഫ് ചെയ്തതെങ്കിൽ അവിടെ മദ് ആരിദ് വരുന്നതാണ്. എങ്ങനെ വരിക? വല്ലാഹു അസീസ്. അവസാനം സുക്കൂൻ കൊടുത്തു. തൻവീൻ ലമ്മാണ് അല്ലേ? തൻവീൻ ലമ്മാണെങ്കിൽ സുക്കൂൻ കൊടുക്കണം വഖഫ് ചെയ്യുകയാണെങ്കിൽ. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള യാ ആണ്. അപ്പൊ അതുകൊണ്ട് വല്ലാഹു അസീസ്, വല്ലാഹു അസീസ്. അവിടെ നിർത്തിയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിർത്തുന്നില്ല എങ്കിൽ പിന്നെ ആ മദ് അവിടെ ഉണ്ടാവില്ല. നിർത്തുമ്പോഴേ മദ് ആരിദ് വരികയുള്ളൂ. ഒരു പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. അതിന്റെ പേരാണ് മദ് ആരിദ്. വല്ലാഹു അസീസുൻ ഹകീം. ഒന്ന് ഓതി നോക്കി. വൽമുതല്ലഖാതു. നമ്മുടെ ക്ലാസ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നാം അയക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് ആയിട്ട് ഫോണിലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ നോക്കിയാൽ മെസ്സേജ് ആയി വന്നാൽ പിന്നെ എടുത്ത് നോക്കിയാൽ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റും. അപ്പൊ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും വലത് ഭാഗത്ത്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ ഈ ഇടത് ഭാഗത്തുണ്ടാവും ലൈക്കിന്റെ ചിഹ്നം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. 229 ആയത്ത്. الطلاق مرتان فإمساكم بمعروف. നമ്മുടെ ചാർട്ട് ഒന്ന് നോക്കുക. ഫഇംസാക്കുൻ എന്ന സ്ഥലം കണ്ടില്ലേ, അത് തൻവീൻ ലൊമ്മാണ്, 2 ഡബിൾ ലൊമ്മാണ് അവിടെ വരുന്നത്. പിന്നെ ഇംസാക്കുൻ, കുൻ തൻവീൻ ഇട്ട എങ്ങനെ വായിക്കണ്ടേ? ഇംസാക്കുൻ. വഖഫ് ചെയ്യുമ്പോൾ ഇംസാഖ്. തൻവീൻ ലൊമ്മാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ലൊമ്മാണെങ്കിൽ ആ അക്ഷരം സുക്കൂൻ കൊടുക്കുക. തൊട്ട് മുമ്പുള്ള നീട്ടാനാണെങ്കിൽ നിർത്തുമ്പോൾ ഫഇംസാഖ് എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യാം. ഇപ്പൊ അവിടെ ഉള്ളത് എന്താണ്? ഫഇംസാക്കുൻ എന്ന തൻവീനാണ് അല്ലേ? തൻവീൻ ലൊമ്മ ആകുമ്പോൾ ശേഷമുള്ള, അല്ലെങ്കിൽ തൻവീൻ ലൊമ്മോ സുക്കൂനുള്ള നൂനോ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ശേഷമുള്ള അക്ഷരം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. ഇതാണ് നിയമം. നൂനിനെ മറിച്ച് സുക്കൂനുള്ള നൂനാണെങ്കിൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. തെൻവീൻ ആകുമ്പോഴോ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത. അവിടെ കൺഫ്യൂഷൻ വരണ്ട. ഫഇംസാക്കുൻ ഉച്ചാരണത്തിൽ കാണുന്നില്ല എങ്കിലും ഉച്ചാരണത്തിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഫഇംസാക്കുൻ കുൻ. അപ്പൊ ഉച്ചാരണത്തിൽ ഒരു നൂന് വരുന്നുണ്ട്. ആ നൂനിനെ, ഉച്ചാരണത്തിൽ വരുന്ന നൂനിനെ മാറ്റി കൊടുക്കുക, മീമാക്കി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്തിലാബ്. മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്തിലാബ്. ഇപ്പൊ അവിടെ മാറ്റിയപ്പോ മീമായി മാറി. സുക്കൂനുള്ള നൂനായിരുന്നു, ആ നൂനിനെ മാറ്റി മീമാക്കി കൊടുത്തു. ഇപ്പൊ അവിടെ എന്താണുള്ള ഉച്ചാരണത്തിൽ മീമാണ് വരേണ്ടത്. അപ്പൊ മീമിന്റെ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. ഫഇംസാക്കുൻ ബിമഅറൂഫ് എന്ന് പറയാൻ പാടില്ല.
فإمساكم بمعروف فإمساكم بمعروف أو تسريح بإحسان. ഇവിടെയും തസ്രീഹുൻ എന്ന് പറയാതെ തസ്രീഹും ബിഇഹ്സാൻ. കാരണം തൻവീന് ശേഷം ബാ വന്നു. അപ്പൊ തൻവീനെ മാറ്റി മീമാക്കി കൊടുക്കുക, ഇഖ്തിലാബായി. ആ മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്തിലാബ്. ഇനി മീമിന്റെ ശേഷം ബ വന്നാൽ എന്താ നിയമം? അവിടെ ഇഖ്ഫാവും വരേണ്ടതാണ്. ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا. കണ്ടില്ലേ? തൻവീൻ ഫത്ഹാണ് അവസാനം. വഖഫ് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിർത്തിയപ്പോൾ തൻവീൻ ഫത്ഹാണ് വന്നത്. തൻവീൻ ഫത്തുകളിലോട്ടാണ് നിർത്തുന്നതെങ്കിൽ ഷൈഅ എന്ന് പറയുന്നത് ഷൈഅ. തൻവീൻ ഫത്ഹാണെങ്കിൽ ഷൈഅ. അവിടെ കണ്ടില്ലേ? വലാ യഹില്ലു ലക്കും അൻ തഅഖുദു. ഞാൻ അവിടെയാണ് വഖഫ് ചെയ്തെങ്കിൽ അൻ തഅഖുദു എന്ന് പറഞ്ഞിട്ടാണ്, നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا എന്നുള്ളത് شيئا إلا أن يخافا ألا يقيما حدود الله إلا. അവിടെ അക്ഷരം വന്ന് മദ്ദക്ഷരം നീട്ടാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരം വന്നില്ല, അലിഫ്. ഇല്ല. ആ അലിഫിന് ശേഷം ഹംസ വന്നത് അതേ അടുത്ത വാക്കിലാണ് അല്ലേ? അടുത്ത വാക്കിലായതുകൊണ്ട് മദ് മുൻഫസിലാണ്. അതിന് ശേഷം കണ്ടില്ലേ? സുക്കൂനുള്ള നൂനാണ്. നൂനിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. ചാർട്ടിലേക്ക് നോക്കുക. നൂനിന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ. നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നൂനിനെ യായിലേക്ക് കൊടുക്കുക, മണിക്കുക. അയ്യ മണിക്കുകയും ചെയ്യുക. അയ്യ ഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്. ഇവിടൊക്കെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇല്ല അയ്യ ഖാഫാ കഴിഞ്ഞു. അയ്യ ഖാഫാ അല്ലാ യുഖീമാ കഴിഞ്ഞു. സാധാരണ ഒരു അലിഫ് കൊടുത്തിട്ട് വഖഫ് ചെയ്യാം. അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്. ഫഇൻ ഖിഫ്തും. ഫഇൻ നൂന് വെളിവാക്കി. കാരണം എന്താണ്? വെളിവാക്കേണ്ട സ്ഥലം, സുക്കൂനുള്ള നൂന് വെളിവാക്കേണ്ട സ്ഥലമാണെങ്കിൽ നൂനിന്റെ ചിഹ്നം അല്ല സുക്കൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും. ഫഇൻ ഖിഫ്തും. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇദ്ഗാമിന്റെ അക്ഷരമായ ഹൽഖിന്റെ അക്ഷരമായ ഹംസ ഇവിടെ ഖ ആണ് വന്നില്ലേ? എന്ന് പറഞ്ഞല്ലോ. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഖ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. നൂൻ ഏതിനെ? ഖാഇനല്ല, നൂനിനെ വെളിവാക്കണം. فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به. فيما افتدت എന്ന് വായിക്കരുത്. فيما افتدت നീട്ടാനുള്ള പദത്തിന് ശേഷം വസ്ലിന്റെ ഹംസ സുക്കൂനൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ഫീമഫ്തദത് എന്ന് പറയുന്നത് ഫീമഫ്തദത് ബിഹി. അതിന്റെ ഇടയിലുള്ളത് ആ അലിഫ് വസ്ലിന്റെ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഫീമ എന്ന് വായിക്കില്ല. ഫീമഫ്തദത് ബിഹി. അവിടെ വഖഫ് ചെയ്തിട്ടുണ്ട് ബിഹി. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ. فيما افتدت به فلا جناح عليهما فيما افتدت به. വഖഫ് ചെയ്തപ്പോൾ ബിഹി അല്ലേ? വഖഫ് ചെയ്യുന്നില്ല എങ്കിലോ ഫീമ افتدت به تلك حدود الله
تلك حدود الله فلا تعتدوها ومن يتعد حدود الله ومن يتعد സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നു. എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്. ചാർട്ടിലേക്ക് നോക്കുക. നൗമി നൂന് വാവ് മീമ് യാ, നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരമാണ് വന്നതെങ്കിൽ വമൻ യതഅദ്ദ എന്ന് പറയുന്നത് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഒന്നുകൂടെ എല്ലാവരും കൂടെ ഓതണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് കഴിയുന്നോറും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ഖത്മെങ്കിലും തീരുന്ന രൂപത്തിൽ ദിവസം എടുത്താലും നമുക്ക് തീർക്കണം. കഴിവിന്റെ പരമാവധി മനോഹരമായിട്ട് തന്നെ പാരായണങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. 230 ആയത്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരെന്ത് ചെയ്യാം, പ്രായമായില്ല ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നലുണ്ട്, പ്രായമായിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാ പഠിക്കുക, അങ്ങനെയൊന്നും വിഷമം വേണ്ട. എല്ലാവർക്കും കഴിയും. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശമാണ്. ആ ആവേശം എന്നും നിലനിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിന് പ്രായം തടസ്സമല്ല. അപ്പം എന്ത് ചെയ്യുക, നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഹർഫ് മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ പുണ്യമായി നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു തആല അതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 230 فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. ഇവിടെ കണ്ടില്ല, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നു. നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഇദ്ഗാമും പിന്നെ അവിടെ ഇഖ്തിലാബാണ് അല്ലേ. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ്. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. മീമാക്കി കൊടുക്കണം എന്നതിന്റെ ചിഹ്നമാണ് മിൻ എന്നതിന്റെ മുകളിലായിട്ട് മീമ് കാണുന്നത്. മിൻ മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ حتى تنكح زوجا غيره تنكح زوجا غيره. നൂനിന്റെ ശേഷം കാഫ് വന്നു, ഇഖ്ഫാ ചെയ്യണം. സൗജൻ ഗൈറഹ, സൗജൻ എന്ന തൻവീന്റെ ശേഷം ഗൈന് വന്നു. അവിടെ എന്ത് ചെയ്യണം, തൻവീന്റെ ശേഷം ഗൈന് വന്നാൽ ഇദ്ഗാറിന്റെ അക്ഷരമാണ്. സൗജൻ എന്ന് വ്യക്തമാക്കി വെളിവാക്കി പറയണം. فإن طلقها فلا جناح عليهما أن يتراجعا. സാധാരണ നീട്ടേണ്ട ആവശ്യമുള്ളൂ. വഖഫ് ചെയ്യുകയാണെങ്കിൽ യതറാജഅ മതി. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ ചിഹ്നം അവിടെ വരും. ചിഹ്നം എന്ന് പറഞ്ഞാൽ ആ മദ് അവിടെ ഉണ്ടാവുകയും അത് ഓത്തിൽ കൊണ്ടുവരികയും ചെയ്യണം.
إن ظنا أن يقيما حدود الله أن يتراجعا منفصلان أن يتراجعا إن ظنا إن إخفاء لا ആണ് വന്നിട്ടുള്ളത്. ശേഷമുള്ളത് നൂനിന് ഷദ്ദാണ്. നൂനിന് ഷദ്ദുണ്ട്, അതിന്റെ പുറമെ മണിക്കാനും പിന്നെ അതിന്റെ പുറമെ മദ്ദുമുണ്ട്. ഷദ്ദുമുണ്ട്, മദ്ദുമുണ്ട്. നൂനുള്ള പിന്നെ നൂനിന് ഷദ്ദ് വന്നാൽ എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ നീട്ടുകയും ചെയ്യണം. حدود الله وتلك حدود الله يبينها لقوم يعلمون وتلك حدود الله يبينها لقوم يعلمون. വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായ വാവ് വന്നു. നീട്ടാനുള്ള അക്ഷരമായ വാവോ അലിഫോ യാവോ വന്നാൽ മദ്ദ് ആരിദ് വരുന്നതാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്താൽ ലിഖൗമി യഅലമൂൻ. ഇവിടെ ലിഖൗമിൻ എന്ന് തൻവീൻ വന്നു. ലിഖൗമിൻ എന്ന് പറയാതെ ലിഖൗമി യഅലമൂൻ. ഇതിന്റെ കാരണം തൻവീന് ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ലിഖൗമി യഅലമൂൻ. നോക്കി നോക്കി. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. 231. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف വഖഫ് ചെയ്തു. ഫാഇന് തൻവീൻ കസറാണ്, ഡബിൾ കസറാണ്, സുക്കൂൻ കൊടുക്കുക. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുണ്ടായത് കൊണ്ട് ബിമഅറൂഫ് എന്ന് അല്പം നീട്ടണം. ആ നീട്ടുന്ന മദ്ദിന്റെ പേരാണ് മദ്ദ് ആരിദ്. വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദു തൻവീന്റെ ശേഷം ലാമോ റാഓ വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. എങ്ങനെ? വലാ തുംസികൂഹുന്ന ളിറാറൻ എന്ന് പറയാതെ ആ നൂനിനെ, ഉച്ചാരണത്തിൽ വരുന്ന നൂനിനെ ലാമിലേക്ക് കൊടുത്തു. ളിറാറൻ ലിതഅതദു. ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا
ولا تتبعوا آيات الله هزوا واذكروا نعمة الله عليكم. ഞാൻ അവിടെ വഖഫ് ചെയ്തു. മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാ ആണ്, തൊട്ട് മുമ്പുള്ള കാഫാണ് അല്ലേ. കാഫിന് ലമ്മാണ്, നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ നീട്ടുകയും ചെയ്യും. ഇവിടെ നീട്ടാനുള്ള അക്ഷരമില്ല. അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഇദുകും ബിഹി വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. ഒന്ന് ഓതി നോക്കാം. 231. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. എല്ലാവരും എന്ത് ചെയ്യുക, കൂടെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആനിൽ നോക്കിയിട്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ أَن يَنكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا. ഇവിടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. وَإِذَا طلقتم النساء കൂട്ടി വായിക്കേണ്ട രൂപം കാരണം എന്താ, വസിലിന്റെ അംശം ഉച്ചരിക്കുകയില്ല, ലാമിന് പിന്നെ സുക്കൂനും ഇല്ല. അപ്പൊ പിന്നെ وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ فبلغن أجلهن فلا تعضلوهن أن ينكحن إدغام بغنى نون شم يا ونو രണ്ടും മാറ്റണ്ട്. കാരണം ഒന്ന് നൂനിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ബിഗുന്നയാണ്. നൗമി നൂന് വാവ് മീമ് യാ കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. എന്നല്ല أينكحن أزواجهن إذا تراضوا بينهم بالمعروف അല്ല നൂന് ശേഷം കാഫാണെന്ന് ഇഖ്ഫാ ചെയ്യണം.
إذا تراضوا بينهم بالمعروف. ഇനി നമുക്ക് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ഓരോ പദത്തിലും നമുക്ക് വഖഫ് ചെയ്തുകൊണ്ട് പറയാം. നേരത്തെ പറഞ്ഞു തൻവീൻ ഫത്ഹോ നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ ഓർമ്മയിലുണ്ടാകണം. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം, അവസാനത്തെ അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്ഹ് ആണെങ്കിലും നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ ഷൈഅൻ എന്നുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ദാലിക എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ ദാലിക്, ഞാൻ അവിടെ നിർത്താതെ അതിന്റെ തൊട്ടപ്പുറത്ത് നിർത്തുകയാണെങ്കിൽ ദാലിക യുഅദ്, ദാലിക യുഅദ് ലമ്മാണുള്ളത്, ലമ്മ് സുക്കൂനായിട്ട് മാറും. ദാലിക യുഅദ് അവിടെ അർത്ഥയിലാണ് വഖഫ് ചെയ്യുന്നെങ്കിൽ ദാലിക യുഅദു ബിഹി എന്നാണുള്ളത്. ബി അർത്ഥയില് ദാലിക യുഅദു ബിഹി മൻ, ദാലിക യുഅദു ബിഹി മൻ, മൻ 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 കാൻ അവിടെയാണ് വഖഫ് ചെയ്തതെങ്കിൽ കാന എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ പിന്നെ ഫത്ഹ് സുക്കൂനാവും. നാ എന്നുള്ളത് നീന്നാവും. തൊട്ട് മുമ്പ് ക എന്ന അലിഫുണ്ട് കാഫിന് ശേഷം. അപ്പോ തൊട്ട് ശേഷമുള്ളത് നൂനിന്റെ തൊട്ട് മുമ്പുള്ളത് പിന്നെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണെങ്കിൽ, അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ളത് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണെങ്കിൽ മദ് ആരിൽ വരുന്നതാണ്. മൻകാൻ സുക്കൂൻ കൊടുത്താൽ മാത്രം പോരാ, അല്പം നീട്ടുകയും ചെയ്യണം. മൻകാൻ മൻകാന മിൻകും സുക്കൂനുള്ള മീമാണ് ഒന്ന്, അപ്പൊ അവിടെ ഒന്നും ചെയ്യണ്ട. മൻകാന മിൻകും യുഅ്മിൻ, യുഅ്മിൻ നൂനിന്റെ സുക്കൂൻ കൊടുത്തു. യുഅ്മിനു ബില്ലാഹ്, ബില്ലാഹ് വഖഫ് ചെയ്തു. അല്ലാഹു എന്ന വാക്യപ്പോഴും അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിക്കും ഉച്ചരിക്കണം. മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിർ വൽ യൗമിൽ ആഖിർ റാഇന് കസ്റ് സുക്കൂൻ കൊടുക്കുന്നു. അവസാനത്തിന് മുമ്പുള്ളത് കസ്ർ ആയതുകൊണ്ട് അവിടെ പിന്നെ തർക്കീഖ് ചെയ്യണം. എങ്ങനെയാണ് തർക്കീഖ് ചെയ്യുക? റാഇന് സുക്കൂന് മുമ്പ് കസ്റാണെങ്കിൽ വൽ യൗമിൽ ആഖിർ എന്ന് പറയാതെ ആഖിർ. ذلك أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. അപ്പോ ذلكم അസ്ക വഖഫ് ചെയ്തു. നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. ذلكم أزكى لكم وأطهر വഖഫ് ചെയ്തു. والله يعلم وأنتم لا تعلمون. ഒന്നുകൂടെ നോക്കി 232. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون.
233. والوالدات يرضعن أولادهن حولين كاملين. വഖഫ് ചെയ്തു. തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂന് വാവിന് സുക്കൂനാണെങ്കിൽ എങ്ങനെ? ഇതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാക്കി വെക്കുക. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് പല നിയമങ്ങളും വരും. ഇനി പറയാൻ അറിയില്ലെങ്കിലും ഓതുമ്പോഴെങ്കിലും ആ നിയമങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് എല്ലാവർക്കും ഖുർആൻ ഓതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊക്കെ ക്ലാസ് കേൾക്കുന്നത്. ധാരാളം ഖത്മുകൾ നമുക്ക് തീർക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇവിടെ ഹൗലൈനി കാമിലൈൻ വഖഫ് ചെയ്തു. നൂനിന്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ളത് യാ ആണ്. യാന് സുക്കൂനുണ്ട്. യാന് സുക്കൂന് വാവിന് സുക്കൂന് ഉണ്ടെങ്കിൽ, ഒറിജിനൽ ആയിട്ട് സുക്കൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടെങ്കിൽ, അവസാനത്തിന് സുക്കൂനും തൊട്ട് മുമ്പുള്ളത് യാ ഓ വാവോ എന്ന് പറഞ്ഞാൽ ലീനിന്റെ അക്ഷരമായ യാ ഓ വാവോ ആണെങ്കിൽ, അതിന് മുമ്പ് ഫത്ഹുമാണെങ്കിൽ അല്പം നീട്ടണം. കാമിലൈനി എന്നുള്ള കാമിലൈൻ. ഔലാദഹുന്ന ഹൗലൈൻ, ഞാൻ അവിടെ നിർത്തിയത്. ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أراد فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. വഖഫ് ചെയ്തു. ബസീർ എന്നല്ല, ബസീർ. അങ്ങനെയുള്ള സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ബസീർ, സഈർ, നദീർ. ഇവിടൊക്കെ വഖഫ് ചെയ്യുമ്പോൾ, ഇതുപോലെയുള്ള പദങ്ങളൊക്കെ വഖഫ് ചെയ്യുമ്പോൾ തർഖീഖ് ചെയ്യണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്തൊന്ന് നോക്കുക. 233 നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് സൂറത്തുൽ ബഖറ കഴിയാനായിട്ടുണ്ട്. ആയത്തുൽ കുർസി, ആമന റസൂല് തുടങ്ങിയ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ ഉള്ളത് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രയാസമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, അനുവദിക്കപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുക. ആ സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കേൾക്കുകയും അതിനനുസരിച്ച് ഓതുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെയൊക്കെ പുണ്യം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടി ദുന്യവിയും ഉഖ്റവിയുമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് നമ്മുടെ ആമീനും ദുആയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യുകയാണ്, ആമീൻ പറയുകയാണ്. അതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. പ്രത്യേകം നമ്മളൊക്കെ ഓതുന്നത് ഖുർആനാണ്.
ഖുർആൻ ഓതുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെതായ മഹത്വം, അതിൻ്റെതായ ആദാബുകളും മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ ഓതുന്ന വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം. വുളു ഇല്ലാതെ തൊടാൻ പാടില്ല. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നതുമാണ്. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ ഖുർആൻ വുളു ഇല്ലാതെ തൊടാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ടേബിളിന്റെ പുറത്തുള്ള മുസഹഫ് ഖുർആൻ എടുത്തുകൊണ്ട് നമ്മൾ ഉയർന്ന സ്ഥലത്ത് അലമാരയിലോ മറ്റൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ വുളു ഇല്ലാതെ കാരണം കൊണ്ട് നമ്മളത് എടുത്തു വെക്കാതെ കുട്ടികളോട് പറയുന്ന ഒരു ശീലമുണ്ട്. നമുക്ക് ഏതായാലും വുളു ഇല്ല, പിന്നെ കുട്ടികൾക്ക് മുസഹഫ് തൊടാം എന്ന് കരുതിയിട്ട് കുട്ടികളോട് മുസഹഫ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടി പറയുന്നത് അതൊരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് മുസഹഫ് തൊടണമെങ്കിൽ പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ കുട്ടികൾ മുസഹഫ് എടുക്കുകയും അവർക്ക് അത് എന്ത് ചെയ്യാം, അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കുകയും ഒക്കെ ചെയ്യാം. അത് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കുട്ടികൾക്ക് മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും ഇല്ലാതെ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല, കുട്ടികളോട് അത് എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യരുത്. കുട്ടികൾ ആവശ്യത്തിന് വേണ്ടി എടുത്തോട്ടെ, കുട്ടികളോട് പറയാം മക്കളെ എടുത്ത് പഠിച്ചോളി എന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ ഓതി വെച്ച് മുസാഫ് ഒരു ഭാഗത്ത് വെച്ച് പിന്നെന്തോ ഒരു ഓതണം എന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ചത്. പിന്നെ എന്ത് ചെയ്തു, കിച്ചണിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനം ചെയ്തു വരുമ്പോൾ പിന്നെ നമ്മൾ ഒതുവ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എന്ത് ചെയ്യുക, കുട്ടികളോട് എടുത്തു വെക്കാൻ വേണ്ടി പറയാം. അത് ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കുക. നമ്മൾ സാധാരണ വെക്കുന്ന പുസ്തകത്തിന്റെ കൂട്ടത്തിൽ മുസാഫും വെക്കുക, അത് വെക്കരുത്. അതിന് പ്രത്യേകമായിട്ട് ഒരു ബഹുമതിയോട് കൂടെ അതൊരു പ്രത്യേകമായിട്ടൊരു സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മറ്റു പുസ്തകങ്ങൾ ഉണ്ടായാലും അതിന്റെ മേലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഉണ്ടാകുന്ന മുസഹഫാണ്. ഖുർആനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതില്ലാതെ നമ്മൾ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. ഒന്ന് ആലോചിച്ചാൽ മതി. പഴയ കാലത്തൊക്കെ മുസഹഫ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു കവറ്, അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സഞ്ചി എന്ന് പറയും. ഏത് കാലത്താണ് ഒരു ബാഗ് പോലും സ്വന്തമായിട്ട് സ്കൂളിൽ പോകാനോ മദ്രസയിൽ പോകാനോ പുസ്തകം പോലും ഇല്ലാത്ത, കാര്യമായിട്ട് കയ്യിലൊന്നുമില്ലാത്ത പുസ്തകം മറ്റുള്ള ഉപകരണങ്ങളൊന്നുമില്ലെങ്കിലും വിശുദ്ധ ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം ഒരു പ്രത്യേക കവർ, ഒരു ബോക്സ് തന്നെ അതിനുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു തുണി കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു കവർ പോലും അതിനുണ്ടായിരുന്നു. കാരണം അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയായിരുന്നു നമ്മളൊക്കെ മുസാഫ് കൊണ്ടുപോയിരുന്നതും ഓതിയിരുന്നൊക്കെ. മറ്റുള്ളത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഖുർആനത് ഏത് പൈസ ഇല്ലാത്ത സാമ്പത്തികമായിട്ട് കുറഞ്ഞ ആളുകളുടെ വീട്ടിലും ആ ഒരു കവർ ഉണ്ടായിരുന്നു മുസാഫിന് വേണ്ടി മാത്രം. ഇന്ന് ആ കണക്ക് പ്രകാരം നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ പുതിയൊരു വീട് എടുക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർആൻ വെക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റാൻഡ് പോലും നമ്മൾ വെക്കേണ്ടി വരും. കാരണം അത്രത്തോളം ബഹുമാനിച്ചിരുന്നു പഴയ കാലത്തുള്ള ആളുകൾ. അപ്പൊ അലമാറ പോരാ എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. അലമാറയിൽ വെക്കണ്ട അല്ലെങ്കിൽ വെച്ചാൽ ശരിയാവൂല എന്നുള്ള അർത്ഥത്തിലല്ല. അത്രയും ബഹുമാനത്തോടുകൂടെ നമ്മളൊക്കെ കണ്ടിരുന്നെങ്കിൽ ആ വിശുദ്ധ ഖുർആനെ ഇന്ന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും, നമുക്ക് നമ്മുടേതായ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെക്കാൻ വേണ്ടിയുള്ള ഓരോ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യം കാണേണ്ട സൗകര്യം അത് നമ്മൾ വിശുദ്ധ ഖുർആൻ വെക്കാൻ വേണ്ടി എവിടെയാണ് സ്റ്റാൻഡ് വെക്കാൻ പറ്റിയ സ്ഥലം, എപ്പോഴും നമുക്ക് എടുത്ത് ഓതാൻ പറ്റുന്ന ഒരു സ്ഥലം അത് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു സ്റ്റാൻഡ്, അതിൽ വേറൊരു സാധനം വെക്കാത്ത രൂപത്തിൽ, അത്രത്തോളം ബഹുമാനം നമ്മൾ അതിന് കൊടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലാഹു തആല ആ നിലക്ക് ബഹുമാനിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരു സഹോദരൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ സഹോദരൻ എന്ത് ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് തന്നെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറയുകയാണ്. ആ പറഞ്ഞ ഒരു വിഷയം പറഞ്ഞെന്ന് മാത്രം. അപ്പം അദ്ദേഹം ഒരു ചെറിയൊരു ഹദിയ നൽകാമെന്ന് പറഞ്ഞു. അല്ലാഹു തആല കബൂലാക്കട്ടെ.
അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനതൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. കാരണം വിശുദ്ധ ഖുർആനിന് നമ്മൾ ഒരു ചെറിയൊരു സംഖ്യ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എത്ര സംഖ്യ നൽകിയാലും, കാരണം അത് ഖുർആനെ ചെറുതാക്കലാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാൾക്ക് അത് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അമൂല്യമായ ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അതിന് നമുക്ക് ഒരു കാരണവശാലും വിലയിടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് അത് വല്ലാതൊരു ആകർഷിപ്പിച്ച ഒരു വാക്കാണ്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന് വിലയിടാൻ നമുക്ക് ഒരാൾക്കും തന്നെ സാധ്യമല്ല. അത്രയും മൂല്യവത്തായ ഒരു വസ്തുവാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മൾ എപ്പോഴും ഓതുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എവിടെയെങ്കിലും വെക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടെ ഈ പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതിന് പൊടി വരാത്ത മറ്റുള്ള കുട്ടികളൊക്കെ തൊടുന്നൊരു സ്ഥലത്ത് അങ്ങനൊന്നും വെക്കാതെ മറ്റൊരു ഉയർന്നൊരു സ്ഥലത്ത്, നല്ലൊരു സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഒരു സ്റ്റാൻഡ് വെക്കണം എന്നല്ല, നമ്മൾ ഒരു സംഗതിയൊക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതിൻ്റെതായ ബഹുമാനം നമ്മളൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നർത്ഥം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലായിട്ടുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സഹോദരന്മാരൊക്കെ പല നിലക്കും, വിദേശത്തുള്ളവരും അല്ലാത്തവരൊക്കെ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള, ലക്ഷദ്വീപിലുള്ള, ഇങ്ങനെ കർണാടകയിലുള്ള ഒരുപാട് ആളുകൾ പല നിലക്കും നമ്മളോട് ബന്ധപ്പെടുകയും ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയും ആ ക്ലാസ്സിലൊന്ന് ദുആ ചെയ്യണം, പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ മൊത്തത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്നു വിശുദ്ധ ഖുർആന്റെ ആ ഒരു പവർ കൊണ്ട് നമ്മുടെ ഉദ്ദേശം നിറവേറി കിട്ടുമെന്നതായ പ്രതീക്ഷയിലാണ്. അല്ലാഹു തആല ആ ഒരു പ്രതീക്ഷ നമുക്കൊക്കെ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, എന്നാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനാണോ സഹോദരിയാണോ ഓർമ്മയില്ല, ഏതായാലും വേണ്ടില്ല, അദ്ദേഹം ചെറിയ ഇവിടെ എന്തോ വീട് എന്തോ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അല്പം സമയം റെസ്റ്റിലാണെന്ന് പറഞ്ഞു. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു വലിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരു ചെറിയൊരു പ്രയാസം വന്നപ്പോൾ നമ്മെ ഒരു പക്ഷേ പരീക്ഷിക്കുകയായിരിക്കും. ആ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ആ സഹോദരന് പറഞ്ഞത്, സഹോദരനാണോ സഹോദരിയാണോ ഓർമ്മയില്ല, ഏതായാലും വേണ്ടില്ല, ഇപ്പൊ ഒരു പ്രയാസം വന്നു, ഈ പ്രയാസം ഞാൻ കൂടുതലായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഒരു പ്രയാസം വരുമ്പോൾ ഇതിന്റെ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ മുഴുകാതെ ആ പ്രയാസത്തെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതായ ആ ഒരു കാര്യമാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല നമുക്കൊക്കെ ഇബാദത്തിലായി കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞത് മാത്രം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ 233 ആയത്താണ് നമ്മൾ പാരായണം ചെയ്തത്. പാരായണം ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് والوالدات يرضعن أولادهن حولين كاملين ലിമൻ സുക്കൂനുള്ള നൂനാണ്, നൂനിനെ വെളിവാക്കണം, കാരണം ഹംസയാണ് ശേഷമുള്ളത്. ലിമൻ അറാദ അൻ യുതിമ്മ الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها. അവിടെ കണ്ടില്ലേ, മദ് ലാസിമാണ്. മദ്ദക്ഷരത്തിന് ശേഷം, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂന് വരിക. ഇങ്ങനെ വരുന്നാൽ അവിടെ മദ് ലാസിമ് വരും. ഇപ്പൊ നമ്മള്
യാസീൻ എന്ന് പറയല്ലോ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യാസീൻ ഒരല്പം നീട്ടി, സാധാരണ നീട്ടല്. സീൻ അവിടെയാണ് നീട്ടേണ്ടത്. യാ എന്നുള്ളത് ഒരല്പം മാത്രമേ നീട്ടുള്ളൂ. ചില ആളുകളൊക്കെ പിന്നെ അറിയാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, യാസീൻ എന്ന് പറഞ്ഞിട്ട് സീ എന്നുള്ളത് കുറച്ച് നീട്ടും, യാ എന്നുള്ളത് കൂടുതൽ നീട്ടും. ഇൻഷാ അല്ലാഹ് അങ്ങനെ നീട്ടരുത്. യാസീൻ കാരണം എന്താണ്, യാ എന്നുള്ളിടത്ത് സാധാരണ ഒരു കുഞ്ഞ അലിഫാണ്, ചെറിയൊരു അലിഫാണ് ഉള്ളു. സി എന്നുള്ളിടത്ത് മദ്ദാണ്. ആ മദ് എന്താണ്? മദ് ലാസിമാണ്. മദ് ലാസിമാണ്. കാരണം സീൻ ഉച്ചാരണത്തിൽ സീൻ നീട്ടിയതിന് ശേഷം നി എന്നുള്ളത് സുക്കൂനാണ്. അത് സ്ഥിരമായി എപ്പോഴും അങ്ങനെ തന്നെ. കൂട്ടി വായിച്ചാലും കൂട്ടി വായിച്ചിട്ടില്ലെങ്കിൽ നിർത്തിയാലൊക്കെ സീൻ നിർത്തിയാൽ ഇങ്ങനെ യാസീൻ നിർത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ യാസീൻ വൽ ഖുർആനിൽ ഹകീം. അപ്പോ സീൻ ആ നൂന് സുക്കൂന് മാറ്റം വരില്ല, മാറ്റം ഉണ്ടാവുകയില്ല. മാറ്റമില്ലാതെ നിലനിൽക്കുന്നതിനാണ് മദ് ലാസിമ എന്ന് പറയാം. ഇവിടെ എന്താണ്? ലാ തുളാറ വാലിദ. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള റാ ആണ് വന്നിട്ടുള്ളത്. ഷദ്ദുള്ള റാ എന്ന് പറഞ്ഞാൽ റ് പ്ലസ് റാ, ഇതാണ് റാ. ഇതാണ് എന്ത്? റാ എന്നുള്ളത്. റ് പ്ലസ് റാ, ഷദ്ദുള്ള റാ അങ്ങനെയാണ്. ലാ തുളാ. അപ്പൊ ഇവിടെ സുക്കൂൻ ഉണ്ട് എന്നർത്ഥം. ഷദ്ദാണെങ്കിലും ഷദ്ദുള്ളത് റ് പ്ലസ് റാ എന്നുള്ളതാണ്. അപ്പോ തുളാർ എന്ന് അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ തുളാറ വാലിദതും ബിവലദിഹ, വാലിദതും ബിവലദിഹ. വാലിദത്തുൻ എന്ന തൻവീൻ ഉണ്ടായിരുന്നു, ശേഷമുള്ളത് ബ ആയതുകൊണ്ട് വാലിദത്തുൻ എന്ന് പറയാതെ, കാരണം തൻവീനിന്റെ ശേഷം ബ വന്നാൽ ആ തൻവീനെ മാറ്റി മീമാക്കി കൊടുക്കണം. വാലിദതും ബിവലദിഹ വലാ മൗലൂദുൻ ലഹു, വലാ മൗലൂദുൻ ലഹ്. ദുൻ തൻവീനേശം ലാ വന്നു. വലാ മൗലൂദുൻ ലഹ്, വലാ മൗലൂദുൻ ലഹു ബിവലദിഹി വഅലൽ വാരിസി മിസ്ലു ദാലിക ഫഇൻ അറാദാ ഫിസാലൻ, ഫഇൻ അറാദാ ഫിസാല. നിർത്തി. ഫിസാലൻ എന്ന് തൻവീനാണ്. അവിടെ നിർത്തുമ്പോൾ ഫിസാല. ഫഇൻ അറാദാ ഫിസാല, ഫഇൻ അറാദാ ഫിസാലൻ അൻ തറാളിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ, فلا جناح عليهما. وقف ചെയ്തു. وإن أردتم أن تسترضعوا أولادكم അവിടെ മദ്ദുണ്ടല്ലേ? ഔലാദക്കും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ് വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. 234 ആയത്ത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ൻ. വഖഫ് ചെയ്തു, നൂന് സുക്കൂൻ കൊടുത്തു. യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. തൻവീൻ ഫത്ഹാണ്. വഅശ്റ. فإذا بلغن أجلهن فلا جناح
فلا جناح عليكم فيما فعلن في أنفسهن بالمعروف. വഖഫ് ചെയ്തു ബിൽമഅറൂഫ്. ഫാഇന് കസ്റാണ്, സുകൂൻ കൊടുക്കണം. വഖഫ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള വാവാണ്. അപ്പോ ബിൽ മഅറൂഫ് മദ് ആരിദാണ്, പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. ഫീ മദ്ദക്ഷരത്തിൽ വന്നുല്ലേ, മദ്ദക്ഷരം ഫീ നീട്ടാനുള്ള അക്ഷരം, മദ്ദറ നീട്ടാനുള്ള അക്ഷരം, മദ്ദറ നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ ഫീ. മദ്ദക്ഷരം ഏതൊക്കെയാണ്? അലിഫ്, യാ, വാവ്. ഫത്ഹിന് നീട്ടാൻ അലിഫാണ്, കസ്റിന് നീട്ടാൻ യാ ആണ്, ലമ്മിന് നീട്ടാൻ വാവാണ്. ഫീ അൻഫുസ്, ഫീ എന്ന മദ്ദക്ഷരം, അതിലുള്ള യാഇന്റെ ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്, മദ് മുൻഫസിലാണ്. അതിനുശേഷം അൻഫു, അൻഫു എന്ന് പറയാതെ മറിച്ച് പഠിച്ചു. കാരണം നൂനിന്റെ ശേഷം ഫ ആണ്. നമ്മുടെ നിയമങ്ങൾ ഓർമ്മ ഉണ്ടാകണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കേണ്ട സ്ഥലമാണ്. ബ വന്നാൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാഓ വന്നാൽ നൂനിനെ ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് കൊടുക്കുക. നൂന് ഉച്ചാരണത്തിൽ വരുന്നില്ല. ലാമ് കട്ടി കൂടുന്നു, റാ കട്ടി കൂടുന്നു. നേരെ കൂട്ടി യോജിപ്പിക്കുക ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക്. ഇനി നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ. ഈ നൂനിന്റെയോ തൻവീന്റെ ശേഷം നൗമി എന്ന അക്ഷരത്തിലെ നാലക്ഷരത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ കൂടെ മണിക്കുകയും ചെയ്യാം. ഇനി നൂനിന്റെയും തൻവീന് ശേഷം ഹംസ, ഐന്, ഐന്, ഈ ഹൽക്കിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ ആറക്ഷരം വന്നാൽ ഈ നൂനിനെ തൻവീനെ വെളിവാക്കണം. വ്യക്തമായിട്ട് തൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് പറയണം. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് അൻഫുസിഹിന്ന എന്ന് പറയില്ല. അൻഫുസിഹിന്ന ബിൽ മഅറൂഫ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഖബീർ വഖഫ് ചെയ്തു, മദ് ആരിദ് വന്നു. അതിന്റെ കൂടെ റാ ആയതുകൊണ്ട് തർക്കീക്കും ചെയ്യണം. ഖബീർ എന്നല്ല, ഖബീർ. നോക്കി, ഒന്നുകൂടെ ഓതി നോക്കി, കൂടെ ഓതി നോക്കണം. സാവകാശം ഓതി നോക്കുക. ഏതെങ്കിലും കാരണവശാൽ ഒക്കെ സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് കണ്ട് കേൾക്കാനൊക്കെ ഉള്ള പിന്നെ ഓപ്ഷനൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. അറിയില്ല, പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഒന്ന് സ്പീഡ് കുറക്കാനും നമുക്ക് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് പരമാവധി ഞാൻ ക്ലാസ് സ്പീഡ് കുറച്ചിട്ടുണ്ട്. അഥവാ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്ത് ചെയ്യുക, കുട്ടികളോട് ചോദിച്ചാൽ അത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. അപ്പൊ ഇനി സ്പീഡ് കൂടി എന്നുള്ള ഒരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. അടുത്ത ആയത്ത് 235. ولا جناح عليكم فيما عرضتم به. മീമിന്റെ ശേഷം ബ വന്നു. മീമിന്റെ നിയമമാണ്. മീമിന്റെ ശേഷം ബ വന്നാൽ മീമിനെ മറച്ച് മണിക്കണം. മീമിന്റെ ശേഷം മീം വന്നാൽ മീമിനെ അടുത്ത രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മണിക്കുക. പിന്നെ ബാക്കിയുള്ള മീമിന്റെ ശേഷം ബാക്കി ഏതക്ഷരം വന്നാലും 26 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും മീമും ബാവുമല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആയതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. അറൽതും ബിഹി എന്ന് പറയുന്നത് അറൽതും ബിഹി.
فيما عرضتم به من خطبة النساء أو أكننتم من خطبة النساء أو أكننتم في أنفسكم. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? علم الله عنكم ستذكرونهن ولكن لا تواعدوهن سرا ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أحله ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. 235 വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതിയിട്ടുള്ളത്. ഓതുന്നത് നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അല്ലാഹു തആല നമ്മൾ ഓതിയതൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെയൊക്കെ വെളിച്ചം അല്ലാഹു തആല എത്തിച്ചു നൽകി അവരുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൗത്തായവരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും മാതാപിതാക്കൾ ഉസ്താദുമാര് വേണ്ടപ്പെട്ട എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി, പിന്നെ മകളാണോ പേരക്കുട്ടിയാണെന്ന് അറിയില്ല, മകള് ഒരു വസ്തു അറിയാതെ വയറ്റിൻ്റെ അകത്തേക്ക് പോവുകയും അത് പുറത്ത് വന്നിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് വേസ്റ്റിൻ്റെ കൂടെ അത് പുറത്ത് പോകണം, അല്ലെങ്കിൽ പിന്നെ വലിയ പ്രയാസമായിട്ട് നിലനിൽക്കും. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ആ ഒരു പ്രയാസത്തിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി, പിന്നെ ഒരു സ്വർണ്ണാഭരണം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു പറഞ്ഞു, അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പിന്നെ എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള നല്ലൊരു മനസ്സ് ആ കൊടുത്തവർ ആരാണോ വാങ്ങിയിട്ടുള്ളത് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു മനസ്സ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടി റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ ഒരു സന്തോഷം പങ്കുവെക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങിയതായ ജോലിയില്ലാത്ത പ്രയാസങ്ങൾ, അതുപോലെ തന്നെ നല്ലൊരു ഇണയെ കിട്ടാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. മക്കൾക്കും പേരമക്കൾക്കും ആയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല അനുയോജ്യരായ നല്ലൊരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും അവൻ്റെ യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്ത എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആരൊക്കെയുണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നമ്മൾക്ക് ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടെ നമ്മുടേതായ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ഉദ്ദേശങ്ങളും വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ നൽകി ആ ഒരു ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതാൻ വേണ്ടി പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمطلقات يتربصن بأنفسهن 3 قروء
ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له
وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم صدق الله العلي العظيم റഹ്മാനായ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ പവിത്രമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് ഞങ്ങളെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളത് നീ കബൂലാക്കണേ അല്ലാഹ് ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ നൽകണേ അല്ലാഹ് നിന്റെ വിശുദ്ധ കലാമിനോടുള്ള ഹുബ്ബ് കാരണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ധാരാളം ഖത്മുകൾ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ധാരാളം ഖത്മുകൾ തീർക്കുന്നവരാണ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ക്ലാസ് എടുക്കുന്നവരാരായാലും റഹ്മാനേ റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തീങ്ങള്, സഹോദര സഹോദരിമാര്, ഉപ്പമാര് ഉമ്മാമാര്, ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര്, റഹ്മാനേ റബ്ബേ വിദ്യാർത്ഥികള്, റഹ്മാനേ റബ്ബേ ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ്. റഹ്മാനേ റബ്ബേ നല്ല ഫഹ്മ് നൽകണേ അല്ലാഹ്, നല്ല അഖ്ല് നൽകണേ അല്ലാഹ്, നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാഹ്, നല്ല ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഒരുപാട് റഹ്മാനേ റബ്ബേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനേ റബ്ബേ. അവരൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് റഹ്മാനേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനോടുള്ള ആ ഒരു മഹബ്ബത്ത് കാരണമായിട്ടാണ്
പരിശുദ്ധ ദീനോടുള്ള ഹുബ്ബ് കാരണമായിട്ടാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് കാരണമായിട്ടാണ് റഹ്മാനേ റബ്ബേ ആ ഹുബ്ബ് നീ നിലനിർത്തി തരണേ അല്ലാഹ്. മരണം വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലായി കൊണ്ടുള്ള ജീവിതം നൽകണേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് റാഹത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധമായ പവിത്രമായ ദിവസത്തിന്റെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് റഹ്മാനേ റബ്ബേ. ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആൻ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരാണ് റഹ്മാനേ റബ്ബേ. വല്ലാത്ത കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്, നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ റഹ്മാനേ റബ്ബേ. എല്ലാവിധ മഹത്തുക്കളുടെയും ബറക്കത്ത് കൊണ്ട് റബ്ബനാ ഞങ്ങൾക്ക് നീ നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാഹ്. മരണം വരെ നല്ല കാഴ്ച ശക്തി നൽകണേ റഹ്മാനേ. നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്. നല്ല ഹിഫ്ള് നൽകണേ അല്ലാഹ്. റഹ്മാനേ റബ്ബേ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി ഞങ്ങളെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബിനെ ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നേതാവിന് കൊടുത്ത ഈ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഞങ്ങൾക്ക് നൽകിയത് മുത്ത് നബിയാണ്. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇസ്സത്തോടുകൂടെ പ്രത്യേകിച്ച് ഞങ്ങളെ രാജ്യത്തും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും നീ ഇസ്സത്തോടുകൂടെ നീ നിലനിർത്തണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാവിധ മക്കിരീങ്ങളെ മക്കറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله.